അപ്പോൾ നമുക്ക് ചാപ്റ്റർ 1 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ചാപ്റ്റർ 1 നമുക്കറിയാം അവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ തരും ബിഫോർ സ്റ്റാർട്ടിങ് ദ ക്വസ്റ്റ്യൻ. ചാപ്റ്റർ 1 നമ്മൾ പറയുന്നത് SI 200 ആണ് ഏറ്റവും ബേസിക് ആയിട്ട്. അതുപോലെ തന്നെ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസണബിൾ അഷുറൻസ് തരാൻ വേണ്ടി പറ്റുന്ന സാധനമാണെന്നും റിവ്യൂ എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് അഷുറൻസ് ആണെന്നും എന്തുകൊണ്ടാണ് സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുന്നതെന്നും ഏതൊക്കെ സ്റ്റാൻഡേർഡ്സ് ആണ് ഇവിടെ ഉള്ളതെന്നൊക്കെയാണ് ആ ചാപ്റ്റർ നമ്മളോട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ചാപ്റ്റർ നമ്പർ 1 വന്നാൽ auditor cannot be expected to disregard past experience of honesty and integrity of entities management and those charged with the governance. Nevertheless, a belief that management and DCWG are honest and have integrity does not relieve the auditor of the need to maintain professional skepticism. അതായത് ഇതിനു മുന്നേ ഓഡിറ്റർ ഓഡിറ്റ് ചെയ്തപ്പോൾ ആ സ്ഥാപനത്തിലെ മാനേജ്മെന്റോ DCWGയോ അല്ലെങ്കിൽ ആ കമ്പനിയോ യാതൊരു തരത്തിലുള്ള ഫ്രോഡിലും ഏർപ്പെട്ടിരുന്നില്ല എന്നുള്ളത് അവരിനി ഒരു ഫ്രോഡിലും ഏർപ്പെടില്ല എന്നതിന് ഒരു കൺഫർമേഷൻ ആണോ, ഒരു ഉറപ്പാണോ? അല്ലല്ലോ. അതാണ് അതായത് നമ്മൾ അങ്ങനെ ഇരിക്കുമ്പം പോലും എന്ത് മെയിൻറ്റെയിൻ ചെയ്യണം? പ്രൊഫഷണൽ സ്കെപ്റ്റിസം മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചാപ്റ്റർ നമ്പർ 1 എന്നുള്ളത്. നോക്കാം. ഓഡിറ്റർ ഷാൽ പ്ലാൻ ആൻഡ് പെർഫോം ആൻ ഓഡിറ്റ് വിത്ത് പ്രൊഫഷണൽ സ്കെപ്റ്റിസം റെക്കഗ്നൈസിംഗ് professional skepticism, recognizing that circumstances may exist that cause financial statement to be materially misstated. അതായത് ട്രസ്റ്റ് ബട്ട് വെരിഫൈ എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ ഗുഡ് ഫെയ്ത്ത് ഒന്നുമേ ഇല്ല. നിങ്ങളൊന്നും ഗുഡ് ഫെയ്ത്ത് എടുക്കരുത്. നോ റിലേഷൻഷിപ്പ് ഈസ് കോൺസ്റ്റന്റ്. നിങ്ങൾ ഒരു ഓഡിറ്ററാണ്, മറ്റവരൊരു ക്ലയന്റ് ആണ്, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ നാളെ എന്തും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചോദിച്ചുകൊണ്ട് നിങ്ങൾ ഡോക്യുമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ് ചെയ്തുകൊണ്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്നാണ് പ്രൊഫഷണൽ സ്കെപ്റ്റിസം പറയുന്നത്. ആൻഡ് ഓൾസോ യു ഷുഡ് ആസ്ക് ക്വസ്റ്റ്യൻ വൈ. ഓൾവേസ് ഹാവ് ക്വസ്റ്റ്യൻ ഇൻ യുവർ മൈൻഡ്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്, എന്താണ് അവിടെയുള്ള കാര്യങ്ങൾ, എത്ര എമൗണ്ടാണ് വന്നിരിക്കുന്നത്, ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ മുന്നോട്ട് പോകാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഒരു 5 ബ്രദേഴ്സ് ഉള്ള ഒരു ഫാമിലി, അതിൽ ഒരു ബ്രദർ മരണപ്പെടുന്നു. അപ്പോൾ ആ ബ്രദറിന്റെ മകനെ നോക്കുന്നത് മറ്റു ബ്രദേഴ്സ് എല്ലാവരും കൂടിയിട്ടാണ്. പക്ഷേ ഈ ബ്രിങ്സ് ഔട്ട് അല്ലെങ്കിൽ കംസ് ഔട്ട് ടു ബി എ സ്പോയിൽഡ് ബ്രഡ്. പക്ഷേ ആ കുട്ടി ഒരു ദിവസം വൺ ഓഫ് ദി ബ്രദറിൽ ഒരാളെടുത്ത് വന്ന് ചോദിക്കുകയാണ്, എനിക്കൊരു 50 ലക്ഷം രൂപേൻ്റെ ചെക്ക് തരാമോ, എനിക്കത് പൈസ എടുക്കാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് കുറച്ച് ഫിനാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചെക്ക് ഗ്യാരണ്ടി ആയിട്ട് കാണിച്ചു കൊടുത്തിട്ട് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ ചെക്ക് ഇവന് ചെക്ക് കൊടുക്കും. എന്നിട്ട് ഇവൻ ഈ ചെക്കും കൊണ്ട് പല സ്ഥലങ്ങളിലും പോകും. പക്ഷെ അവന് പൈസ കിട്ടൂല. അവനെന്തോ ഫിലിം പ്രൊഡ്യൂസർ എന്നൊക്കെയാണ് പറയാം. അവസാനം അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഈ ചെക്ക് പ്രസന്റ് ചെയ്യും. പ്രസന്റ് ചെയ്താൽ എന്താ ഉണ്ടാവുക, ആ ചെക്കിന്റെ കൊടുത്ത ആൾക്ക് അഗേൻസ്റ്റ് കേസും വന്നു. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ആ ചെക്ക് കൊടുത്തതെന്ന് പറഞ്ഞപ്പോൾ ഇവൻ പറയാണ്, ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇയാൾക്ക് വേണ്ടി വർക്ക് ചെയ്യാണ്, എനിക്ക് കിട്ടാനുള്ള സാലറിയാണ് ഈ 50 lakh rupees എന്ന് പറയുന്നു. അത് പക്ഷേ കോടതിക്ക് പിന്നീട് ബോധ്യപ്പെടുന്നില്ല. കോടതി ഇയാളെ വെറുതെ വിടുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അയാൾ ആ കോടതിൻ്റെ പ്രോസസ്സിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നില്ലേ? എന്തുകൊണ്ടാണ് കടന്നു പോകേണ്ടി വന്നത്? അയാളുടെ ബ്രദറിന്റെ മകനെ എന്ത് ചെയ്തു, വിശ്വസിച്ചിട്ട് അയാൾ ചെക്ക് കൊടുത്തു. അങ്ങനെ ഒരു പരിപാടി ഇല്ല. നിങ്ങൾ അർഹിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ കാര്യങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. നിങ്ങൾ അയാളെ ചതിക്കില്ല എന്ന് പറഞ്ഞ് കൊടുക്കരുത് എന്ന് പറയുന്ന ടോപ്പിക്കാണ് പ്രൊഫഷണൽ സ്കെപ്റ്റിസം. ദാറ്റ് മീൻസ് നിങ്ങൾ ഒരു ഓഡിറ്റ് ചെയ്യുന്ന നേരം സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അതായത് സാറ്റിസ്ഫൈഡ് ആവണം. ആ FS പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, പ്രശ്നമൊന്നും ഇല്ലാതെയാണ്, അല്ലെങ്കിൽ ഇവിടെ ഫ്രോഡൊന്നും നടന്നിട്ടില്ല, ഇവിടെ FS എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യേണ്ടത് അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, ഇവിടെ ഫ്രോഡോ കാര്യങ്ങളോ സംഭവിച്ചിട്ടില്ല, ഈവൺ എറർ പോലും സംഭവിച്ചിട്ടില്ല എന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒപ്പീനിയൻ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അവിടെ തന്നെ നിങ്ങൾക്ക് അഡ്വൈസ് ഒപ്പീനിയൻ കൊടുക്കണമെങ്കിൽ അഡ്വൈസ് ഒപ്പീനിയൻ, ക്വാളിഫൈഡ് എടുക്കണമെങ്കിൽ ക്വാളിഫൈഡ് ഒപ്പീനിയൻ, ഡിസ്ക്ലെയിമർ കൊടുക്കണമെങ്കിൽ ഡിസ്ക്ലെയിമർ ഒപ്പീനിയൻ. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ക്വാളിറ്റിയാണ് എന്ത്, പ്രൊഫഷണൽ സ്കെപ്റ്റിസം. അപ്പോൾ പ്രൊഫഷണൽ സ്കെപ്റ്റിസം ഇൻക്ലൂഡ്സ് ബീങ് അലേർട്ട് ടു എക്സാം. ഫോർ എക്സാമ്പിൾ, audit evidence that contradict other audit evidence obtained, information that brings into question reliability of documents and responses to inquiry to be used as ഓഡിറ്റ് എവിഡൻസ്. രണ്ടും കുറച്ച് റിലേറ്റഡ് ആണ്. അതായത് ഞാൻ ഒരു ഓഡിറ്റ് എവിഡൻസ് ഒപ്റ്റെയിൻ ചെയ്തപ്പോൾ ഇതിന് മുന്നേ ഒപ്റ്റെയിൻ ചെയ്ത എവിഡൻസും തമ്മിൽ എന്താവുന്നില്ല, മാച്ച് ആവുന്നില്ല. ഉദാഹരണത്തിന് ഞാൻ അവിടെ ഉള്ള അക്കൗണ്ടിൽ ചോദിച്ചു, എത്രയാണ് നിങ്ങളുടെ ബാങ്കിലെ ബാലൻസ്? അയാൾ പറയാണ്, സാറേ 40 lakhs ആണ് ബാലൻസ്. അപ്പം എനിക്ക് വേണമെങ്കിൽ അത് റിലേ ചെയ്യാം. മേ ബി അവരുടെ അടുത്ത് റൈറ്റ് ചെയ്ത് മേടിക്കാം, അവൻ്റെ ടാലിയിലെ ഡീറ്റെയിൽസും കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വെക്കാം. പക്ഷേ വെൻ ഐ കോൺടാക്റ്റഡ് ദ ബാങ്ക് മാനേജർ ഈസ് സെൻഡിങ് മീ എ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇൻ വിച്ച് ബാലൻസ് ഈസ് 1.2 crore rupees. അപ്പോൾ അവർ പറഞ്ഞതും മാനേജ്മെന്റ് പറഞ്ഞതും ആക്ച്വലി ഞാൻ കണ്ടുപിടിച്ച എവിഡൻസ് തമ്മിൽ എന്ത് വരികയാണ്, മിസ്മാച്ച് വരണം. അപ്പം ഞാൻ എൻ്റെ പ്രൊഫഷണൽ സ്കെപ്റ്റിസം എന്താക്കണം, ഇൻക്രീസ് ആക്കണം. അപ്പോൾ മേ ബി അവൻ പറയും, എനിക്ക് ഒരു അഡ്വാൻസ് ഇവിടെ വന്നതുണ്ട്, അതിപ്പോഴാണ് ഞാൻ കാണുന്നത്, ഞാൻ അറിഞ്ഞില്ലായിരുന്നൊക്കെ പറയും. അവൻ പറയുന്നത് കറക്റ്റാണോ അല്ലയോ എന്നൊക്കെ ഞാൻ എന്ത് ചെയ്യണം,
പഠിക്കണം. നെക്സ്റ്റ്, കണ്ടീഷൻസ് ദാറ്റ് മേ ഇൻഡിക്കേറ്റ് എ പോസിബിൾ ഫ്രോഡ്, അതായത് പോസിബിൾ ആയ ഒരു ഫ്രോഡ് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ഇൻക്ലൂഡ് ചെയ്യണം? പ്രൊഫഷണൽ സ്കെപ്റ്റിസം. നെക്സ്റ്റ്, സർക്കംസ്റ്റാൻസ് ദാറ്റ് സജസ്റ്റ് ദ നീഡ് ഫോർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഇൻ അഡീഷൻ ടു ദോസ് റിക്വയർഡ് ബൈ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റ്. അതായത് ഞാനൊരു എക്സ്റ്റേണൽ കൺഫർമേഷൻ മേടിക്കാൻ വേണ്ടി ഒരാളുടെ അടുത്ത് ചോദിച്ചു എത്രയാണ് എക്സ്റ്റേണൽ കൺഫർമേഷൻ എന്നുള്ളത് എനിക്ക് അറിയണം എന്ന് പറയുമ്പോൾ മാനേജർ പറയണം അയ്യോ അത് പറ്റത്തില്ല, അയാളുടെ നിന്ന് ചോദിക്കാൻ പറ്റത്തില്ല. അന്നേരം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇൻവോയ്സും അതുപോലെ തന്നെ അതിന്റെ പേയ്മെന്റ് ഡീറ്റെയിൽസും ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് നോക്കണം. മേ ബി അതും എനിക്ക് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, തരുന്നില്ല. അപ്പോൾ ചോദിക്കാനും സമ്മതിക്കുന്നില്ല, ഓൾട്ടർനേറ്റീവായ പ്രൊസീജിയർ ഒബ്റ്റെയിൻ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ദാറ്റ് മീൻസ് അവിടെ എന്തോ വലിയ പ്രശ്നമുണ്ട് എന്ന് എനിക്ക് എന്ത് ചെയ്യാൻ തോന്നാം. ഇതാണ് പ്രൊഫഷണൽ സ്കെപ്റ്റിസിസത്തിന്റെ കാര്യങ്ങൾ പറയുന്നത്. നെക്സ്റ്റ്, മെയിൻറ്റെയിനിങ് പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം ത്രൂ ഔട്ട് ദ ഓഡിറ്റ് ഈസ് നെസറി if auditor is to reduce the risk of overlooking unusual transaction. Overlooking എന്ന് പറഞ്ഞാൽ വിട്ടുപോവുക, unusual transaction വിട്ടുപോവുക. Using inappropriate audit assumptions in determining natural timing and extent of audit process and evaluating result. അപ്പോൾ ഇനപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അസംഷൻസോ കാര്യങ്ങളോ എടുക്കുന്നത് കാണുന്ന ഈ സമയത്തും നമ്മൾ ഓഡിറ്റർ എന്ത് മെയിൻറ്റെയിൻ ചെയ്യണം? പ്രൊഫഷണൽ സ്കെപ്റ്റിസം ത്രൂ ഔട്ട് ദ ഓഡിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ദാറ്റ് മീൻസ് ഇങ്ങനെയൊന്നും വരാതിരിക്കുക. ദെർഫോർ പ്രൊഫഷണൽ സ്കെപ്റ്റിസം ഇസ് ദ നെസറി to critical assessment of audit evidence. It also includes consideration of sufficiency and appropriateness of audit evidence obtained in light of circumstances. Auditor can accept record and document as genuine unless auditor has reason to believe this is not genuine. അതായത് എനിക്ക് ഒരു ഡോക്യുമെന്റ് കിട്ടി, അത് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് എന്താണ്, പ്രോപ്പർ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നതെങ്കിൽ അതിന് ഞാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ അതിനെ അവിശ്വസിക്കേണ്ട കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതായത് ജെന്യൂൻ അല്ല എന്ന് തോന്നുമ്പോഴാണ്, ജെന്യൂൻ അല്ല എന്ന് സംശയിക്കുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്യുന്നത്. സോ പ്രൊഫഷണൽ സ്കെപ്റ്റിസം ഇത്രമേ ഉള്ളൂ. ഓഡിറ്റർ അപ്പോൾ എന്ത് ചെയ്തിരിക്കണം, ക്വസ്റ്റ്യനിങ് മൈൻഡോട് കൂടി കാര്യങ്ങളെ കാണണം. ഓഡിറ്റർ ക്വസ്റ്റ്യൻ ചെയ്യണം എന്ന് പറയുന്ന സാധനമാണ് എന്ത്, പ്രൊഫഷണൽ സ്കെപ്റ്റിസം. ഇൻ കേസ് ഓഫ് ഡൗട്ട് അബൌട്ട് റിലയബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ ഓർ ഇൻഡിക്കേഷൻ ഓഫ് പോസിബിൾ ഫ്രോഡ്, എസ്എ റിക്വയർ ദാറ്റ് ഓഡിറ്റർ ഇൻവെസ്റ്റിഗേറ്റ് ഫർദർ ആൻഡ് ഡിറ്റർമൈൻ വാട്ട് മോഡിഫിക്കേഷൻസ് ഓർ അഡീഷൻസ് ടു ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആർ നെസസറി ടു റിസോൾവ് ദ മാറ്റർ. ഇനി നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഒരു സംശയം വരുന്നു, അല്ലെങ്കിൽ ഒരു ഡൗട്ട് റിലയബിലിറ്റി ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡീഷണലി എന്ത് ചെയ്യണം, ഇൻവെസ്റ്റിഗേഷനും മറ്റു കാര്യങ്ങളും എന്ത് ചെയ്യണം. ആൻഡ് മോഡിഫിക്കേഷൻ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അത് കൊടുക്കണം. കൺക്ലൂഷൻ, auditor cannot be expected to disregard past experience of honesty and integrity of NTS management and TCWG. Also, believe that management TCWG honest and have integrity does not relieve auditor to maintain professional. അതായത് ഇതിന് മുന്നേ അവർ ഫ്രോഡോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ എൻ്റെ ഓഡിറ്റിൽ കൺസിഡർ ചെയ്യേണ്ടെന്നല്ല. ഇതിന് മുന്നേ ഒരു ഫ്രോഡും ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരാളാണ്, അപ്പം ഞാൻ പിന്നെ അയാളെ കാണുന്നത് ഒരു ഫ്രോഡ് ചെയ്ത ഒരാളായിട്ടാണോ? അല്ല. എന്നാൽ ഫ്രോഡ് ചെയ്ത ഒരാളെ ഞാൻ അയാൾ മുന്നേ ഫ്രോഡ് ചെയ്ത ഒരാളല്ലേ എന്ന് നോക്കും. എന്ന് കരുതി എൻ്റെ ഈ വർഷത്തെ ഓഡിറ്റ് അത് എന്ത് ചെയ്യുന്നില്ല, ഇമ്പാക്ട് ചെയ്യുന്നില്ല. ബിക്കോസ് ഞാൻ എന്ത് ചെയ്യും, പ്രൊഫഷണൽ സ്കെപ്റ്റിസം മെയിൻറ്റെയിൻ ചെയ്യും. അവിടെ ഫ്രോഡ് ഉണ്ടായാലും ഫ്രോഡ് ഇല്ലെങ്കിലും ഞാൻ എന്ത് ചെയ്യും, പ്രൊഫഷണൽ സ്കെപ്റ്റിസം മെയിൻറ്റെയിൻ ചെയ്യും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ മീനിങ്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് മനസ്സിലായിരിക്കുകയാണ്. സെക്കൻഡ് വൺ, there are standards on auditing issued by ICAI. Can you state why standards are used? It seems to be a very silly question, simple question, but 5-mark question. Standards ensure carrying out audit against established benchmark at par with global practice. ബെഞ്ച്മാർക്ക് എല്ലാം പറഞ്ഞാൽ നമ്മൾ ഒരു ഓഡിറ്റ് അത് ഇന്ത്യയിൽ നിന്ന് ചെയ്താലും ഇന്ത്യൻ്റെ പുറത്തുനിന്ന് ചെയ്താലും ലോകത്ത് എവിടെ ചെയ്താലും ഇന്ത്യയിൽ എവിടെ ചെയ്താലും ഒരു മിനിമം ലെവൽ ഓഫ് ക്വാളിറ്റി എന്തിനുണ്ടാവണം, ഓഡിറ്റ് ഉണ്ടാവണം. അതാണ് നമ്മൾ ബെഞ്ച്മാർക്ക് ആണ്. ബെഞ്ച്മാർക്ക് ചെയ്താൽ നമ്മളൊരു ക്വാളിറ്റി സെറ്റ് ചെയ്യുക. അത്ര എന്തായാലും അതിനേക്കാളും വേണമെങ്കിൽ കൂടാം. Next, standards improve quality of financial reporting, thereby helping users to make diligent decision. നമ്മളെ ക്വാളിറ്റി ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇൻക്രീസ് ചെയ്യാൻ എന്ത് ഹെൽപ്പ് ആക്കുന്നുണ്ട്, സ്റ്റാൻഡേർഡ്സ് ഹെൽപ്പ് ആക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ്സ് പ്രൊമോട്ട് യൂണിഫോമിറ്റി ആസ് ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇസ് ക്യാരിഡ് ഔട്ട് ഫോളോയിങ് ദി സ്റ്റാൻഡേർഡ്. അപ്പോൾ യൂണിഫോം ആയിട്ട് എല്ലാ സ്ഥലത്തും ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഓഡിറ്റ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്റ്റാൻഡേർഡ്സ് എക്വിപ്പ് പ്രൊഫഷണൽ അക്കൗണ്ടൻസ് വിത്ത് പ്രൊഫഷണൽ നോളജ് ആൻഡ് സ്കിൽ ആൻഡ് സ്റ്റാൻഡേർഡ് എൻഷുവേഴ്സ് ഓഡിറ്റ് ക്വാളിറ്റി. അപ്പോൾ ഓഡിറ്റേഴ്സിൻ്റെ പ്രൊഫഷണൽ നോളജും പ്രൊഫഷണൽ സ്കില്ലും അതുപോലെ തന്നെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാനും എന്ത് ഹെൽപ്ഫുൾ ആയിരിക്കും, ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്താണ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്താലുള്ള ഗുണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യണമെന്ന് ഓഡിറ്റേഴ്സിനോട് നമ്മൾ പറയുന്നത്? ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാൻ, ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ആക്കാൻ, യൂണിഫോമിറ്റി ഇൻക്രീസ് ആക്കാൻ, പ്രൊഫഷണൽ നോളജ് ആൻഡ് സ്കില്ല് എൻഹാൻസ് ചെയ്യാൻ, ഓഡിറ്റ് ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി, ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഇത് മനസ്സിലായിരിക്കുകയാണ്. സെക്കൻഡ് പോയിന്റ് ഓക്കെ അല്ലേ?
Second question. Okay. Now we are moving on to the third question, which is from chapter number 3. And this is the question which I picked from the recently conducted ICA examination, that is May 2026. Look at the question. PQR and Associate, a large firm of chartered accountants, have been appointed as the auditors of a listed company. CAP, an engagement partner, gathered his audit team to explain the importance of audit program. The audit team was impressed by the advantages of audit program and decided to strictly follow the same. അപ്പോൾ audit programന്റെ advantages കണ്ടപ്പോൾ അവർക്ക് അത് ഫോളോ ചെയ്യണം തോന്നി. However, CAP explained that audit program has disadvantages also. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്, എങ്ങനെയാണ് അത് റെഡ്യൂസ് ചെയ്യാൻ കണ്ട ഇതിങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിക്കുന്നത്. ദിസ് വാസ് ആസ്ക്ഡ് ഫോർ 3 marks, ദിസ് വാസ് ആസ്ക്ഡ് ഫോർ 2 marks if I'm not wrong, and it fetch you 5 marks. So നോക്കാം. Some disadvantages are also there in use of audit programs, but most of them can be removed by following concrete. 1. എന്തൊക്കെയാണ് disadvantages? 1. Work may become mechanical and particular parts of the program may be carried out without any understanding of the object of such parts in whole audit scheme. അപ്പോൾ വർക്ക് വളരെ മെക്കാനിക്കലായി മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രശ്നം. പ്രോഗ്രാം ഓഫൺ ടെൻസ് ടു ബിക്കം റിജിഡ് ആൻഡ് ഇൻഫ്ലെക്സിബിൾ. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി പോവുക, റിജിഡ് ആവുക. അങ്ങനെയാവുമ്പോൾ ഈ സ്റ്റാഫുകളൊക്കെ ഇതുമായിട്ട് പൊരുത്തപ്പെടാൻ ഭയങ്കര ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ഫ്ലെക്സിബിൾ ആയി കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഇൻഎഫിഷ്യന്റ് അസിസ്റ്റന്റ് മേ ടേക്ക് ഷെൽട്ടർ ബിഹൈൻഡ് പ്രോഗ്രാംസ്, ദാറ്റ് ഈസ് ഡിഫെൻഡ് ഡെഫിഷ്യൻസീസ് ഇൻ ദർ വർക്ക് ഓൺ ഗ്രൗണ്ട് ദാറ്റ് നോ ഇൻസ്ട്രക്ഷൻ ഇൻ വാട്ടേഴ്സ് ഈസ് കണ്ടെയ്ൻഡ്. അതായത് ഇൻഎഫിഷ്യന്റ് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് ഞാൻ നോക്കിയില്ല, അല്ലെ പ്രോഗ്രാമിൽ അങ്ങനെ ഉണ്ടായില്ല അതുകൊണ്ട് ഞാൻ നോക്കിയില്ല എന്നൊക്കെ അവർ എന്ത് പറയും, കുറ്റം പറയും. അല്ലെങ്കിൽ അവരുടെ പ്രശ്നം ആരുടെ തലയിലേക്ക് ഇടും, ഓഡ് പ്രോഗ്രാമറുടെ തലയിലേക്ക് ഇടും. എ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ഓഡ് പ്രോഗ്രാം മേക്കിൽ ഇനീഷ്യേറ്റീവ് ഓഫ് എഫിഷ്യന്റ് എന്റർപ്രൈസിംഗ് അസിസ്റ്റന്റ്. അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വിചാരിക്കുന്ന ഒരുത്തൻ്റെ അടുത്ത് നീ പ്രോഗ്രാം പോലെ അങ്ങ് പ്രവർത്തിച്ചാൽ മതി എന്ന് പറയുന്ന സമയത്ത് അവനെ എന്ത് ചെയ്യും, അത് മോശമായിട്ട് ബാധിക്കും. ലാസ്റ്റ് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ഓഡ് പ്രോഗ്രാം മേക്കിൽ ഇനീഷ്യേറ്റീവ് ഓഫ് എഫിഷ്യന്റ് എന്റർപ്രൈസിംഗ് അസിസ്റ്റന്റ്. സോ ഇത്രയുമാണ് നമ്മളുടെ ഡിസ്അഡ്വാൻറ്റേജസ്. സിമ്പിൾ ആണ് കേട്ടോ. നെക്സ്റ്റ്, ഓൾ ദീസ് ഡിസ്അഡ്വാൻറ്റേജസ് ക്യാൻ ബി മിനിമൈസ്ഡ് ഓർ എലിമിനേറ്റഡ്. എങ്ങനെ? 1. ഇമാജിനേറ്റീവ് സൂപ്പർവിഷൻ ഓഫ് വർക്ക് ക്യാരിഡ് ഔട്ട് ബൈ അസിസ്റ്റന്റ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇവർ ചെയ്യുന്ന പ്രോസസ്സിൽ നമുക്കത് സൂപ്പർവിഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, സൂപ്പർവൈസ് ചെയ്യുന്നേരം എന്ത് റെഡ്യൂസ് ആക്കും, ഈ ഡിസ്അഡ്വാൻറ്റേജസ് റെഡ്യൂസ് ആക്കും. അതായത് 4 ദിവസം ഇൻകം നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു വെച്ചു, പക്ഷേ അവിടെ ഇൻകം ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, നീ എക്സ്പെൻസ് നോക്കി എന്ന് പറയണം. ഹാവിങ് എ റിസപ്റ്റീവ് ആറ്റിറ്റ്യൂഡ് ആസ് റിഗാർഡ്സ് അസിസ്റ്റൻസ്. അതുപോലെ തന്നെ ഈ അസിസ്റ്റൻ്റ് അടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും എല്ലാം വരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഉണ്ടാകുമ്പോൾ നിങ്ങളൊരു ഓപ്പൺ മൈൻഡോട് കൂടി അതിനെ കാണണം. അല്ലാതെ നിങ്ങൾ ഒരു പ്രോഗ്രാം തന്നു, പക്ഷേ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ അവിടെ ഇല്ലാത്ത ഏതെങ്കിലും ഒരു സംഭവം നിങ്ങൾ ചെക്ക് ചെയ്യാതെ തിരിച്ചൊന്നും വരരുത്. അത് നിങ്ങൾ ഓഡ് പ്രോഗ്രാം ഒരു വാക്കുണ്ട്, ഹാവ് ആൻ ഓപ്പൺ മൈൻഡ്. ഉദാഹരണത്തിന് നിങ്ങൾ നാളെ ഒരു സ്ഥലത്ത് പോകണമെന്ന് പറയുമ്പോൾ ജസ്റ്റ് അവിടെ പോയി നിന്നിട്ട് ഞാൻ ഇവിടെ എത്തിയെന്നിട്ട് കാര്യമില്ലല്ലോ. എന്തിനാണ് നിങ്ങളിത് പോകാൻ പറഞ്ഞത്, എന്തായിരുന്നു അതിൻ്റെ പർപ്പസ്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണ്ടേ. അപ്പോൾ അതിനെയാണ് നമ്മൾ വിളിക്കുക ഓപ്പൺ മൈൻഡ്നെസ്. അപ്പോൾ റിസപ്റ്റീവിനെ മറ്റൊരു വാക്കാണ് ഓപ്പൺ, വില്ലിങ് ആൻഡ് റെഡി ടു അക്സെപ്റ്റ് തിങ്സ്, അല്ലെങ്കിൽ ഓപ്പൺ മൈൻഡ് എന്നുള്ള തന്നെയാണ്, ഓർ ലിസൺ ടു സം തിങ്സ് എന്നൊക്കെയാണ് പറയാം. എൻകറേജിങ് അസിസ്റ്റൻസ് ടു ഒബ്സർവ് മാറ്റേഴ്സ് ഒബ്ജക്റ്റീവ്ലി. അപ്പോൾ ഫാക്ടേഴ്സും ഫിഗേഴ്സും ഒക്കെ നോക്കിയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ നോക്കണമെന്നും. എൻകറേജിങ് അസിസ്റ്റൻസ് ടു ബ്രിങ് സിഗ്നിഫിക്കൻറ്റ് മാറ്റേഴ്സ് ടു നോട്ടീസ് ഓഫ് സൂപ്പർവൈസർ പ്രിൻസിപ്പൾ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മോശമായ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടാൽ, പ്രശ്നമുണ്ട് എന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ആരെ ഇൻഫോം ചെയ്തോളൂ എന്ന് പറയുന്നത്, പ്രിൻസിപ്പളിനെ അതുപോലെ തന്നെ നിങ്ങളുടെ മാനേജറിനെ ഇൻഫോം ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ ആണോ? സോ അവിടെ നമ്മൾ ഡിസ്അഡ്വാൻറ്റേജ് പഠിക്കുകയാണ്, അതുപോലെ തന്നെ അതിൻ്റെ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് നോക്കിയത്. നെക്സ്റ്റ്, utility of audit program can be retained and enhanced only by keeping program as also clients operation and internal control under periodic review so that inadequacies or redundancies of the program may be removed. അതായത് നിങ്ങൾ ഒരു ഓഡിറ്റ് പ്രോഗ്രാം സെറ്റ് ചെയ്യുന്ന ഒരു ഓഡിറ്റർ ആണെങ്കിൽ നിങ്ങൾ അതിനെ പീരിയോഡിക്കലി എന്ത് ചെയ്യണം, റിവ്യൂ ചെയ്യണം. അഗെയിൻ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എന്തെങ്കിലും അമെൻമെൻറ്റോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ആ അമെൻമെൻറ്റ് എന്താണെന്നതിനെ പറ്റി നിങ്ങൾക്ക് ധാരണ ഉണ്ടാകണം. അങ്ങനെ പീരിയോഡിക്കലി നിങ്ങൾ റിവ്യൂ ചെയ്തില്ലേ നിങ്ങൾ ഔട്ട്ഡേറ്റ് ആയി പോകും. അത് മാത്രമല്ല, അത് സ്റ്റാൻഡേർഡ് ആയിട്ട് കാര്യങ്ങൾക്ക് നിങ്ങൾ പീരിയോഡിക്കലി റിവ്യൂ ചെയ്യാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അഗെയിൻസ്റ്റ് ആക്ഷൻ ഉണ്ടാകാനും നിങ്ങളുടെ മെമ്പർഷിപ്പിന് പോലും പ്രശ്നം ഉണ്ടാകാനും സാധ്യതയുണ്ട്. വായിച്ചു നോക്കാം. ദർ ഷുഡ് ബി പീരിയോഡിക് റിവ്യൂ of audit program to assess whether the same continues to be adequate for obtaining requisite knowledge and evidence. Unless this is done, any change in business policy of the client may not be adequately known. Consequently,
Audit work may be carried on base of obsolete program, and this negligence, all audit may be held negligently. Conductor and auditor may have to face legal consequence. അതായത് നിങ്ങൾ റിവ്യൂ ചെയ്യാത്ത പക്ഷം വെറുതെ ആദ്യം കൊടുത്ത അതേ ബേസാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഒബ്വിയസ്ലി ആരെ മോശമായിട്ട് ബാധിക്കും? എൻഗേജ്മെന്റ് പാർട്ണറിനെ ഓഡിറ്റേഴ്സിനെ ബാധിക്കും. The utility of audit program can be retained, enhanced only by keeping the programs, also client's operation and internal control under periodic review, so that inadequacy and redundancy of program may be removed. അപ്പോൾ അവിടെ എന്തെങ്കിലും ഇനഡിക്വസീസ് ഉണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് പീരിയോഡിക് റിവ്യൂയിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. സോ പീരിയോഡിക് റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? പീരിയോഡിക്കലി നിങ്ങൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും മാറ്റേണ്ട കാര്യങ്ങൾ ഇവിടെ ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കുന്നതിനെ മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക? പീരിയോഡിക് റിവ്യൂ. ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡിങ് ദ പോയിന്റ്. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്റർ നമ്പർ 3 വരാം. ഇവിടെയും സിമിലർ ഒരു കോൺസെപ്റ്റ് ആണ് എക്സാം ക്വസ്റ്റൻ ആയിട്ട് വന്നത്. നോക്കാം. സാറ്റിസ്ഫാക്ടറി കൺട്രോൾ എൻവയോൺമെന്റ് ഈസ് നോട്ട് ആൻ അബ്സല്യൂട്ട് ഡിറ്ററന്റ് ടു ഫ്രോഡ്. ഇറ്റ് മേ ഹെൽപ്പ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ദ ഫ്രോഡ്. അതായത് നിങ്ങളെ സ്ഥാപനത്തിൽ കൺട്രോൾ എൻവയോൺമെന്റ് സാറ്റിസ്ഫാക്ടറി ആയിട്ടുണ്ട് എന്നുള്ളത് അവിടെ ഇനി ഒരു റിസ്ക്കും ഉണ്ടാകില്ല, അല്ലെ അവിടെ ഇനി ഒരു ഫ്രോഡും ഉണ്ടാവില്ല എന്നുള്ളതിന്റെ ഗ്യാരണ്ടി ഒന്നുമല്ല. അത് പറയുന്നത് അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ഓക്കെ ഗുഡ്, പക്ഷേ സ്റ്റിൽ അവിടെ ഫ്രോഡ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റിൽ മെയിൻറ്റെയിൻ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം ആൻഡ് ഓൾ ദോസ് സ്റ്റഫ്. ജസ്റ്റ് വായിച്ചു നോക്കാം. Satisfactory control environment not an absolute deterrent to fraud. Existence of a satisfactory control environment can be a positive factor when auditor assess risk of material misstatement. However, although it may help reduce the risk of fraud, a satisfactory control environment is not an absolute deterrent to fraud. Again, ഇതിന്റെ മുന്നേ വർഷങ്ങളിലൊന്നും ഈ കമ്പനിയിൽ ഫ്രോഡോ കാര്യങ്ങളോ നടന്നിട്ടില്ല എന്നുള്ളതൊരു പോസിറ്റീവ് ഫാക്ടർ തന്നെയാണ്. പക്ഷെ അങ്ങനെ ഉള്ളത് കൊണ്ട് എന്ത് ഉറപ്പിക്കാൻ പറ്റില്ല? ഒരു രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല. നെക്സ്റ്റ്, കൺവേഴ്സ്ലി, ഡെഫിഷ്യൻസീസ് ഇൻ കൺട്രോൾ എൻവയോൺമെന്റ് മേ അണ്ടർമൈൻ എഫക്റ്റീവ്നെസ് ഓഫ് കൺട്രോൾ ഇൻ പെർട്ടിക്കുലർ ഇൻ റിലേഷൻ ടു ഫ്രോഡ്. ഫോർ എക്സാമ്പിൾ, മാനേജ്മെന്റ്സ് ഫെയിലിയർ ടു കമ്മിറ്റ് സഫിഷ്യന്റ് റിസോഴ്സ് and address IT security risk may adversely affect internal control by allowing improper changes to be made to computer program or data, unauthorized transaction to be processed. As explained, SA 330, control environment also influences natural timing and extent of auditors further process. അതായത് തന്നെ നിങ്ങളുടെ ഐറ്റിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ളത് ഒരു ബബിൾ എഫക്റ്റ് പോലെ, അല്ലെങ്കിൽ വേറെയും കാര്യങ്ങളെ അതിനേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു സെക്യൂരിറ്റിനെ വെച്ചില്ല, അപ്പോൾ അവിടെ അൺഓതറൈസ്ഡ് ആക്സസ് വന്നേക്കാം. അൺഓതറൈസ്ഡ് ആക്സസ് വന്നതിന്റെ പേരിൽ അവിടെ എന്തെങ്കിലും എഡിറ്റിങ്ങോ കാര്യങ്ങൾ വന്നേക്കാം. അതായത് നിങ്ങളൊരു സെക്യൂരിറ്റിനെ വെച്ചിരുന്നെങ്കിൽ അത് ഫിസിക്കൽ സെക്യൂരിറ്റി ആകാം, പാസ്വേഡ് സെക്യൂരിറ്റി ആകാം, ആന്റിവൈറസ് സെക്യൂരിറ്റി ആകാം. അത് വെച്ചിരുന്നുവെങ്കിൽ ഇത് പ്രശ്നം വരില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഒരു പ്രശ്നം മുന്നേ കണ്ടു എന്നുള്ളത് നമ്മൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം അവിടെ പ്രശ്നം കൂടുതൽ ഇനിയും വരാനുള്ള സാധ്യതയുണ്ട്. കൺട്രോൾ എൻവയോൺമെന്റ് ഇൻ itself does not prevent or detect correct material misstatement. It may, however, influence auditors' evaluation of effectiveness of other control and thereby audit assessment of the risk of material misstatement. അതായത് നിങ്ങളൊരു കൺട്രോൾ എൻവയോൺമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ നല്ലൊരു എൻവയോൺമെന്റ് ഉണ്ട് എന്നുള്ളത് അങ്ങനെ തന്നെ അവിടെ ഒരു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സും വരില്ല എന്നുള്ളതിനെ ഗ്യാരണ്ടിയും കാര്യങ്ങളൊന്നും അല്ല. ബട്ട് അഗെയിൻ അങ്ങനെ ഉണ്ട് എന്നുള്ളത് അല്ലെ ഇല്ല എന്നുള്ളത് നമ്മൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ് എന്നാണ് പറഞ്ഞതിന്റെ മീനിങ്. ഓക്കെ അല്ലേ? Fine. So I think you were able to understand this point number question number 5. Next, Sadaranga Foods Private Limited is engaged in manufacturing of pickles. Auditors of the company have planned audit procedures in respect of recognition of revenue. Despite that, there is a possibility that misstatements in revenue recognition are not identified by planned audit procedures. അതായത് നിങ്ങൾ നോക്കാം, അവിടെ അവർ പറയുന്നത് എന്താണ് ഓഡിറ്റ് റിസ്ക് എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്തല്ല ഓഡിറ്റ് റിസ്ക് എന്നുള്ള ലെവലിലാണ് ഒരു സംസാരിക്കുന്നത്. അപ്പോൾ നോക്കി നോക്കുക, ദർ ഈസ് എ പോസിബിലിറ്റി ദാറ്റ് planned audit procedures may not achieve desired result and fail to detect misstatements in revenue recognition. Such a risk is known as detection risk. അപ്പോൾ നിങ്ങളുടെ പ്ലാൻഡ് ആയിട്ടുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്ത് ചെയ്യുന്നില്ല, നിങ്ങളുടെ അവിടെ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം ഡിറ്റക്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിറ്റക്ഷൻ റിസ്ക്. There is possibility that planned audit procedures may not achieve desired result and fail to misstatements in revenue recognition. Such a risk is known as detection risk. Auditor of a company uses certain audit procedures for the purpose of audit evidence and reducing risk, but still there will remain a risk. An audit procedures used by the auditor may not be able to detect misstatement which by itself material and known as detection risk.
ഇനി ഡിറ്റക്ഷൻ റിസ്കിലും നമ്മൾ പറയുകയാണെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ സാമ്പിളിംഗ് റിസ്ക്കും ഉണ്ട്, നോൺ സാമ്പിളിംഗ് റിസ്ക്കും ഉണ്ട്. എടാ എന്താ സാമ്പിളിംഗ് റിസ്ക്? സാമ്പിളിംഗ് റിസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ ഐറ്റത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് മാത്രം എടുത്തിട്ട് അതിൻ്റെ കൺക്ലൂഷൻ എടുക്കുന്ന സമയത്ത് കൺക്ലൂഷൻ തെറ്റിപ്പോകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സാമ്പിളിംഗ് റിസ്ക് എന്ന് പറയുന്നത്. നിങ്ങളൊരു ബേക്കറി പോയി, അവിടെ ഒരു 15 ഐറ്റം ബേക്കറി ഉണ്ട്, അതിലേതോ ഒന്ന് എടുത്ത് നിങ്ങൾ ടേസ്റ്റ് ചെയ്തു, അത് ടേസ്റ്റേ ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ബാക്കി 14 നല്ലതായിരുന്നെങ്കിലോ? അപ്പോൾ അതാണ് ഡിറ്റക്ഷൻ റിസ്ക്. നിങ്ങൾ എടുത്ത സാമ്പിൾ എന്തായി പോയി? തെറ്റിപ്പോയി. ഇനി നോൺ സാമ്പിളിംഗ് കാരണം വരാം. നോൺ സാമ്പിളിംഗ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമ്പിളിംഗ് അല്ലാത്ത വേറെ ഏതെങ്കിലും കാരണം കൊണ്ട് വരുന്ന ഇഷ്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നോൺ സാമ്പിളിംഗ് റിസ്ക് എന്ന് പറയുക. ആൻഡ് നോൺ സാമ്പിളിംഗ് റിസ്കിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സീനിയർ ആയിട്ടുള്ള ആളെ അയക്കേണ്ടതിന് പകരം ജൂനിയർ ആയിട്ടുള്ള ആളെ അയച്ചു, മേ ബി ഒരു കോടതി കേസ് ഒക്കെ ആണെങ്കിൽ. നെക്സ്റ്റ്, അസസ്മെന്റ് ഓഫ് റിസ്ക് ഈസ് എ മാറ്റർ ഓഫ് പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് എക്സ്പ്ലെയിൻ സ്റ്റേറ്റിംഗ് ക്ലിയർലി വാട്ട് ഈസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ഓഡിറ്റ് റിസ്ക്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റിസ്കിൽ ഓഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റക്ഷൻ റിസ്ക്, ഇൻഹറന്റ് റിസ്ക്, കൺട്രോൾ റിസ്ക്, അങ്ങനെ പല റിസ്ക്കും ഉണ്ട്. ഇതിലില്ലാത്ത റിസ്ക് ഏതാണെന്നാണ് അവർ ചോദിക്കുന്നത്. അതായത് നിങ്ങൾ ഒരു സ്ഥാപനത്തിനെ പറ്റിയിട്ട് നല്ലതാണെന്ന് പറയാ, അത് ആക്ച്വലി മോശമായിരുന്നു. നിങ്ങളൊരു സ്ഥാപനത്തെ പറ്റിയിട്ട് മോശമാണെന്ന് പറയുക, അത് ആക്ച്വലി നല്ലതായിരുന്നു. ആ ഒരു സിറ്റുവേഷൻ ചാൻസ് വളരെ കുറവാണ്. കാരണം നിങ്ങളുടെ സ്ഥാപനം പറ്റി മോശമാണെന്ന് പറയുമ്പോൾ നിങ്ങളത് മോശമാണ് എന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഭാഗത്ത് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒന്നും കയ്യിലില്ലെങ്കിൽ മോശമാണെന്ന് പറയാനേ പറ്റില്ല. അപ്പോൾ എപ്പോഴും എന്താ റിസ്ക്? നല്ലതാണെന്ന് പറഞ്ഞു, ശരിക്കും അത് മോശമായിരുന്നു. എന്നാൽ മോശമാണെന്ന് പറഞ്ഞു, ആക്ച്വലി നല്ലതായിരുന്നു. അങ്ങനെ സിറ്റുവേഷൻ നോർമലി സാമ്പിളിംഗിൽ ഇല്ല. എനിവേ റീഡ്, അസസ്മെന്റ് ഓഫ് റിസ്ക് ഈസ് ബേസ്ഡ് ഓൺ audit procedures to obtain information necessary for that purpose and evidence obtained throughout audit. Assessment of risk is a matter of professional judgment rather than a matter of capable of precise measurement. അപ്പോൾ പ്രിസൈസ്ലി പറയുന്നതിനേക്കാളും റിസ്ക് എന്ന് പറയുന്നത് പ്രൊഫഷണലി നമ്മൾ എടുക്കുന്ന ജഡ്ജ്മെന്റ് ആണ്. അതിൽ എസ്റ്റിമേഷൻ ഉണ്ടാകാം. ഓഡിറ്റ് റിസ്ക് ഡസ് നോട്ട് ഇൻക്ലൂഡ് റിസ്ക് ദാറ്റ് ഓഡിറ്റർ മൈറ്റ് എക്സ്പ്രസ് ഒപ്പീനിയൻ ദാറ്റ് FS are materially misstated when they are not. അതായത് ഒരു സ്ഥാപനം പ്രശ്നമൊന്നും ഇല്ലാതിരിക്കെ അത് പ്രശ്നമുള്ള സ്ഥാപനമാണ് എന്ന് പറയുന്നത് നോർമലി സംഭവിക്കൂല. കാരണം ഞാനത് മോശമാണെന്ന് പറയുമ്പോൾ തിരിച്ചും കൊണ്ടിരിക്കൂല, എന്തുകൊണ്ടാണ് നിങ്ങൾ മോശമാണെന്ന് പറയുന്നത്, അത് ഞാൻ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണ്ടേ. അതേസമയം അവിടെ പ്രശ്നമുണ്ടായിരുന്നു എന്നിരിക്കട്ടെ, ഞാൻ എന്ത് കണ്ടുപിടിച്ചിട്ടില്ല, പ്രശ്നം കണ്ടുപിടിച്ചിട്ടില്ല, അങ്ങനെ സംഭവിക്കാം. കാരണം അവന് തുറന്ന് എന്ത് പറയില്ല, അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടെന്ന് പറയൂല, അവനെ ഭാഗം രക്ഷപ്പെട്ടെന്ന് വിചാരിക്കുള്ളൂ. അതാണ് ഡിറ്റക്ഷൻ റിസ്ക്, അതാണ് ഓഡിറ്റ് റിസ്ക്. അല്ലാതെ ഒരു നല്ല ഒരു സ്ഥാപനത്തിനെ മോശമാണെന്ന് പറയുന്നതല്ല ഓഡിറ്റ് റിസ്ക്. ഫർദർ, ഓഡിറ്റ് റിസ്ക് ഇസ് എ ടെക്നിക്കൽ ടേം റിലേറ്റഡ് to process of auditing, does not refer to auditor's risk, business risk such as litigation, adverse publicity, etc. അതായത് കോടതിയിൽ എന്താ കേസ് നടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായ പബ്ലിസിറ്റി എന്തെങ്കിലും നടക്കുന്നുണ്ടോ, ഇതൊന്നും നമുക്ക് എന്തെങ്കിലും പറയാൻ വേണ്ടി പറ്റൂല, ഓഡിറ്റ് റിസ്കിന്റെ കാറ്റഗറിയിൽ പറയാൻ വേണ്ടി പറ്റൂല. ലുക്ക് അറ്റ് ദിസ് ക്വസ്റ്റ്യൻ, മാർക്ക് ഇറ്റ് ആസ് ഇമ്പോർട്ടൻറ്റ്, വാസ് ആസ്ക്ഡ് ഇൻ May 23 exams. Okay, that was it for chapter number 3. Okay.